DCC ട്രഷറർ എൻ.എം. വിജയന്റെ മരണത്തിൽ വയനാട് DCC ഓഫീസിൽ പോലീസ് പരിശോധന. ആത്മഹത്യാ പ്രേരണ കേസിലെ രണ്ടാം പ്രതി DCC പ്രസിഡന്റ് N.D. അപ്പച്ചനുമായാണ് പരിശോധന നടത്തിയത്. ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെയായിരുന്നു കൽപ്പറ്റയിൽ എത്തിച്ച പരിശോധന. അതേസമയം കേസിൽ KPCC പ്രസിഡന്റ് K. സുധാകരനെയും പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. DCC ഓഫീസിൽ നിന്ന് വിവിധ രേഖകളും N.M. വിജയൻ ട്രഷററായിരുന്ന കാലത്തെ മിനിറ്റ്സ് ബുക്കുകളും പരിശോധിച്ചു. 3 മണിയോടെ എത്തി 20 മിനിറ്റോളം നേരം DCC ഓഫീസിൽ പോലീസ് പരിശോധന തുടർന്നു. ഇന്നലെ KK ഗോപിനാഥന്റെ വീടും ബാങ്ക് മുൻ ചെയർമാൻ സണ്ണി ജോർജിന്റെ വീടും പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. ഇവിടങ്ങളിൽ നിന്നും വിവിധ രേഖകളും ഡയറികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. N.D. അപ്പച്ചന്റെയും ഗോപിനാഥന്റെയും ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. നാളെയും സമയബന്ധിത കസ്റ്റഡി തുടരും. ആവശ്യമെങ്കിൽ മറ്റു കോൺഗ്രസ് ഓഫീസുകളിലും പരിശോധന നടത്തും. അതേസമയം കേസിൽ K. സുധാകരനെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. N.M. വിജയൻ ആത്മഹത്യയും സാമ്പത്തിക ബാധ്യതയും വിവരിച്ച് 2022-ൽ K. സുധാകരന് നൽകിയ കത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. DCCക്കാണ് സംഭവത്തിൽ വീഴ്ച പറ്റിയതെന്ന് K. സുധാകരൻ ഇന്ന് കണ്ണൂരിൽ പറഞ്ഞു. എന്നോട് നിങ്ങൾ ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ എനിക്കത് അറിയാമായിരുന്നു അല്ലെ അറിയാമായിരുന്നില്ല എന്ന് പറയുന്നതിനകത്ത് വല്ല യുക്തിയുണ്ടോ? നിങ്ങൾ പോലീസുകാരോട് പോയി ചോദിക്കുക, അദ്ദേഹത്തിന് അറിവുണ്ടോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് നടന്നത്, അദ്ദേഹം ഇതിനകത്ത് പൈസ അടിച്ചോട്ട് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ അവിടെ ചോദിച്ചോ. അത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. സഹകരിക്കലല്ല, അതിനോട് എന്താ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കും. നിയമപരമായി ഇങ്ങനെ അത് തന്നെ പ്രതികരിക്കണമെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. ഞാൻ ഒരുപാട് കേസ് നടത്തി വളർന്നു വന്നയാളാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന് പിന്നാലെ നാളെ K. സുധാകരനും N.M. വിജയന്റെ വീട്ടിൽ സന്ദർശനം നടത്തുന്നുണ്ട്. കുടുംബത്തിന്റെ കടബാധ്യതയടക്കം രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചയായതിനു പിന്നാലെയാണ് സുധാകരൻ കുടുംബാംഗങ്ങളെ കാണുന്നത്. N.M. വിജയന്റെ മരണത്തിനു പിന്നാലെ കുടുംബത്തെ സുധാകരൻ അധിക്ഷേപിച്ച് സംസാരിച്ചത് വിവാദമായിരുന്നു. അനൂപ് KR, കൈരളി ന്യൂസ്, വയനാട്.